അപ്പോൾ കഴിഞ്ഞ ദിവസം മഹാശിവരാത്രിയുടെ ഭാഗമായിട്ട് നമ്മളെ മുറ്റത്തുള്ള നേതൃക്കാവ് ശിവക്ഷേത്രത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ രാവിലെ തൊഴാൻ പോകാൻ വേണ്ടിയിട്ട് ഇതേ അമ്മയുടെ ഈ ഒരു പഴയ സെറ്റ് സാരി എടുക്കുകയാണ് ഞാൻ. അമ്മ പലപ്പോഴും അത് എടുക്കണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ച സാരിയാണ്. എന്നാലും ഞാൻ ലാസ്റ്റ് അത് തന്നെ പോയി എടുക്കും കേട്ടോ. എനിക്കെന്തോ പുതിയ ഒരുപാട് സാരികൾ എൻ്റെ കയ്യിലുണ്ടെങ്കിലും അമ്മയുടെ ആ പഴയ സാരി തന്നെ എനിക്കിഷ്ടം. അപ്പോൾ അതേ ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കമ്മൽ ഇത് ഡൽഹി സരോജിനി ബസാറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അന്ന് ഇത് വാങ്ങിക്കണമെന്നൊക്കെയുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് നിന്നെങ്കിലും പിന്നെ നല്ലൊരു വൃത്തിയായ പർച്ചേസ് ആയിട്ട് ഇതിങ്ങനെ മാച്ചിങ് ആയിട്ടൊക്കെ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ഇടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മൽ. അത് കഴിഞ്ഞ് ഈ നൈക്കയുടെ ഈ ഒരു മിനി ലിപ്സ്റ്റിക്ക് നോട്ടി ന്യൂഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഡ് അതും കൂടെ ഇടുകയാണ്. അതിൻ്റെ കൂടെ ഒരു ബ്ലൗസിന് കോൺട്രാസ്റ്റായ ഒരു പച്ച പൊട്ടും വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സിമ്പിളായിട്ട് തന്നെ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ഈ ഒരു പച്ച കളറ് ഈ ഒരു സെറ്റ് വള. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത് ശിവക്കുട്ടി ഇനി ഒരുക്കിയിട്ടുണ്ട്. ശിവയ്ക്ക് ഇത് ഹോപ്പ് സ്കോച്ച് എന്ന് കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഓണത്തിന് ഇട്ടതിന് ശേഷം പിന്നെ ഇത് എപ്പോഴെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ, ലെന്ത് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് തൊഴുത് ഓൾറെഡി പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നാമജലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ രാധേച്ചി ശിവക്കുട്ടീൻ്റെ മടിയിലിരുത്തിയിട്ട് നാമം ചെല്ലാണ്. നമ്മൾ ചേച്ചിമാരും അമ്മമാരും എല്ലാവരും ഉണ്ട്. ഞാനും അവിടെ ഇരുന്ന് അവിടെ കൂടെ കുറച്ച് നേരം നാമം ചൊല്ലി. നല്ലൊരു സെറീൻ ഫീലിംഗ് ആണ്. തിരുമേനി നല്ല ബിസിയാണ് കേട്ടോ. ഇത് നമ്മളുടെ അമ്പലത്തിലെ സ്വന്തം സരസ്വതി അമ്മയാണ്. തിരുമേനി കഴിഞ്ഞാൽ പിന്നെ ഈ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ഇത്രയും ചിട്ടയായിട്ട് കൊണ്ട് നടക്കുന്നത് സരസ്വതി അമ്മയാണ്. കൂവളമാല കെട്ടുകയാണ് അവിടെ. ഗീതേച്ചി, സിന്ധു ചേച്ചി, അമ്പലത്തിൽ വന്ന എല്ലാവരെയും കാണാം കേട്ടോ. ഇത് ശിവ ഇതേ എൻ്റെ മുന്നിൽ കൂടെ നടന്നിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങി തരുന്നൊക്കെ ഉണ്ട്. എന്തിനാണോ എന്തോ. അപ്പോൾ അകത്ത് പൂജകളാവുമ്പോൾ തന്നെ പുറത്ത് ഈ പറവെപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വഴിപാടുള്ളവർക്ക് അതവിടെ നിന്ന് ചീട്ടാക്കിയിട്ട് ഇതുപോലെ ശർക്കര, മലര്, നെല്ല് ഇതൊക്കെ നമുക്ക് പറന്നറയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ദൂരെ നിന്ന് വരെ വന്ന് തൊഴുന്നുണ്ട് ഇവിടെ. ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ശിവക്ഷേത്രങ്ങൾ നോക്കിയിട്ട് ഒരുപാട് പേര് തൊഴാൻ വരും. അപ്പോൾ ഇനിയും വീഡിയോസ് ഉണ്ട്, കാണാം.